പാലക്കാട് പിരായിരിയിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കയ്യാങ്കളി. കൊടുന്തുരപ്പള്ളി വാർഡിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിലടിച്ചത്. ഷംന വാർത്തയുടെ വിവരങ്ങളുമായി. ഷംന, അവിടെ ക്രമസമാധാന പാലനത്തിന് ഉന്തും തള്ളും ഉണ്ടാക്കണ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി ഇടപെട്ടു, പക്ഷെ അവർ കേട്ടില്ല. അതിനോട് മുഖം നന്നായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞു വീഡിയോ എടുക്കുന്ന ഒരാളും ഉണ്ടെന്ന് തോന്നുന്നു. ഹാഷ്മി ക്രിസ്റ്റീന, എന്തായാലും ഈ സീറ്റിന്റെ പേരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും അസ്വാരസ്യങ്ങളൊക്കെയാണ് എല്ലാ പാർട്ടികൾക്കിടയിലും വരുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഇടയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളായി ഇപ്പോൾ ഉണ്ടാകുന്നു. ഇന്നുണ്ടായത് കൊടുന്തുരപ്പള്ളി വാർഡിലാണ്. ഈ വാർഡിലെ നിലവിലെ മെമ്പറായ ശിവപ്രസാദും സംഘവുമാണ് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ ഈ കയ്യേറ്റം നടത്തിയത്. നിലവിൽ നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി പെട്ടെന്ന് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ ഒരു കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലായി പിരാരിയിലെ തന്നെ മറ്റു മേഖലകളിലും ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം ഗ്രൂപ്പ് നോക്കിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. കുടുംബവാഴ്ചയാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നത്. ഇതല്ലാതെ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളെയും പരിഗണിക്കുന്നില്ല, അത്തരക്കാരെ നോക്കുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായി തന്നെ ഈ പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ അതിൻ്റെയൊക്കെ തുടർക്കഥ എന്ന നിലയിൽ തന്നെയാണ് പിരാരിയിൽ ഇന്നുണ്ടായ കയ്യാങ്കളിയും. എന്തായാലും ഇപ്പോൾ ഈ ശിവപ്രസാദിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹാഷ്മി ക്രിസ്റ്റീന. ശരി, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അൽബേനിയയിൽ ഒരു AI മിനിസ്റ്ററൊക്കെ വന്നു. ഇനിയിപ്പോ മൊത്തം മിനിസ്ട്രി അടക്കം ഈ AI വരുമെന്ന് അറിയില്ല. അപ്പൊ പിന്നെ കൈയും കെട്ടി ഇരിക്കേണ്ടി വരും. ഈ ഉന്തും തള്ളൊക്കെ ഇനി എന്തിന്റെ പേരിൽ ഉണ്ടാക്കുമോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.